തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ശ്രീകോവിലിൽ തുല്യ പ്രാധാന്യത്തിൽ 3 പ്രധാന ദേവതകളുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ശക്തി സ്വരൂപിണിയും പരാശക്തിയുമായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയും അഗ്നിശുദ്ധിയാർന്ന അറിവിൻ്റെയും സർവകലകളുടെയും ദേവതയായ ശ്രീ സരസ്വതി ദേവിയും സർവവിഘ്ന വിനാശകാരകനായ ശ്രീ വിഘ്നേശ്വര ഭഗവാനും ഒരു ആലയത്തിൽ സർവവിഷ്ടവരദായകരായി പടിഞ്ഞാറ് അഭിമുഖമായി കുടികൊള്ളുന്നു. നാലമ്പലത്തിന് പുറത്തായി ശ്രീ ഭുവനേശ്വരി ദേവിയും ശ്രീ മന്ത്രമൂർത്തിയും കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു. 7 നൂറ്റാണ്ടുകൾക്ക് മുകളിൽ പഴക്കമുള്ള നാഗർകാവിൽ സന്താന സൗഭാഗ്യം അരുളുന്ന നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക എന്നീ ദേവതകൾ കിഴക്ക് അഭിമുഖമായി കുടികൊള്ളുന്നു. 3 പുണ്യശിഖരമുള്ള നാഗർകാവ് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. വിശ്വാനി ദേവസവിതരുരിതാനി പരാസുവ യദ്ഭദ്രം തന്നെയാസുവ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. നമസ്തേ. എൻ്റെ പേര് ദാമോദരൻ നായർ. ഞാൻ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. എൻ്റെ സഹധർമ്മിണി ശ്യാമള നായർ ഈ ട്രസ്റ്റിൻ്റെ ട്രഷററും ഈ അമ്പലത്തിലെ പ്രധാന സേവികയുമാണ്. സർവീസ് ചെയ്യുന്ന എല്ലാം അവരാണ്. അമ്പലമെല്ലാം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ, ഇതൊരു കൂട്ടായ്മയാണെന്ന് പറയാം. സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ഇന്ന് ഈ ക്ഷേത്രം സമുദ്ധരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് 2 പേർക്കും സിദ്ധിച്ചതാണ്. 2002 നമ്മുടെ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നടത്തി. 2002 21 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് കുറച്ച് 100 മീറ്റർ താഴെയായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ക്ഷേത്രം വരുന്ന സ്ഥലം, ഒരു പനച്ചുവട്ടിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒട്ടുണ്ട്. അത് സമയദൈർഘ്യമില്ല. കാരണം അത് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ വേദപ്പറമ്പിൽ ദാമോദരൻ തിരുമേനിയെ കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹം വന്ന് കാണാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നിങ്ങൾ എടുത്ത വാക്കിൽ ചോദിച്ചത്, നിങ്ങൾ ആറ്റുകാൽ മൂലക്ഷേത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ആറ്റുകാലിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല. കാരണം 1950കളിൽ തന്നെ പുനഃപ്രതിഷ്ഠയായി പോയതാണ് ആറ്റുകാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആറ്റുകാലിലും ദേവി പനച്ചുവട്ടിൽ 21.25 കോൽ ചുറ്റളവിൽ 1 കോൽ പൊക്കത്തിൽ പീഠപ്രതിഷ്ഠയിൽ കലവാൻ കൊമ്പിലാണ് ആറ്റുകാലും ദേവി ഇരുന്നത്. ഇവിടെയും അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം അക്കാലത്ത് ഒരേ ശില്പി നിർമ്മിച്ചതാണെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങളെന്തിനാ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം, ഇവിടെ തന്നെ സമുദ്ധരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ പറഞ്ഞു. അതപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ സ്ഥലം നമുക്കില്ല, സ്ഥലം ഇവിടെയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഇവിടത്തേക്ക് വായിച്ചുകൊണ്ട് വന്നതല്ല. അതൊരു ചരിത്രം അങ്ങനെ പോകുന്നു. ഇന്നിവിടെ ഒരു പ്രത്യേക പൂജ നടക്കുന്ന ദിവസമാണ്. അതിനെക്കുറിച്ച് അതായത് അഭീഷ്ടസിദ്ധി പൂജ, കാര്യസിദ്ധി പൂജ എന്നായിട്ടാണ് ഞങ്ങളത് തുടങ്ങിയത്. പക്ഷേ മണ്ണടി ഹരി
ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വണ്ണരിഹേടി പറഞ്ഞു കാര്യസിദ്ധി എന്നുള്ള വാക്കിനേക്കാളും അഭീഷ്ടസിദ്ധി എന്ന് വെച്ചോളൂ. അപ്പോൾ അഭീഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭഗവതിയോട് നമ്മൾ ചോദിക്കുന്ന ഒരു അർത്ഥം അതിൽ വന്നു കഴിഞ്ഞു. എല്ലാം ചോദിക്കാതെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അഭീഷ്ടസിദ്ധി പൂജ എന്ന് വെച്ചാൽ ആ പൂജ ഇന്ന് ഇവിടെ നടക്കുകയാണ്. അതായത് മലയാള മാസത്ത് ആദ്യത്തെയും അവസാനത്തെയും ചൊവ്വാഴ്ചകളിലാണ് ആ പൂജ നടക്കുന്നത്. അപ്പോൾ അത് ഇന്ന് നടത്തുകയാണ് അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു അഭീഷ്ടം നമ്മൾ ഭഗവതിയോട് ഒരു നല്ല അഭീഷ്ടം, ശുഭമായ ഒരു അഭീഷ്ടം ഭഗവതിയോട് പറഞ്ഞിട്ട് 21 അനുഭവ പൂജകളിൽ ചെയ്യുന്നതാണിത്. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും വലിയ വലിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഈ ക്ഷേത്രം ഉദ്ധരിച്ചതിന് ശേഷം നമ്മളൊരു കമ്പനി തുടങ്ങുകയും ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി, അതായത് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുവാനുള്ള ഭാഗ്യം ഭഗവതിയാണ് ഞങ്ങൾക്ക് തന്നത് ഇവിടെ, ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ അഭീഷ്ടം. എൻ്റെ പൂജ 20 പൂജ കഴിഞ്ഞ് 21ാമത്തെ പൂജയ്ക്ക് മുമ്പേ അത് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പദ്ധതി ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഇരുട്ടുകാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരുട്ടുകാനം, ആനവിരട്ടി, വെള്ളത്തൂവൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? വെള്ളത്തൂവൽ വില്ലേജിലാണ് എൻ്റെ പ്രോജക്റ്റ് ഇരിക്കുന്നത്. 4.5 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. അതിന് വിയാറ്റ് പവർ എന്നാണ് പേര്. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പവർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വെച്ചിരുന്ന സെക്ടറാണ്. പ്രൈവറ്റൈസ് ചെയ്തിട്ട് വളരെ അടുത്ത കാലത്താണെന്ന് പ്രൈവറ്റൈസ് ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ അതിൽ എനിക്ക് അവിടെ 14 കോടതി കേസുകൾ വന്നു. ഇതിന് എഗൻസ്റ്റായിട്ട് 11 കേസുകൾ ലോവർ കോടതികളിലും, 2 കേസ് നമ്മുടെ ഹൈക്കോടതിയിലും, 1 കേസ് സുപ്രീം കോടതിയിലുമാണ് വന്നത്. അപ്പോൾ ലോവർ കോടതികളിലെല്ലാം ഞാൻ തോറ്റുവെങ്കിലും ഹൈക്കോടതിയിൽ ഞാൻ ജയിച്ചു. എനിക്ക് പ്രോജക്റ്റ് ചെയ്യാനുള്ള അനുവാദം കോടതി തന്നു. അതിനെ എതിർ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതിയിൽ ഞാൻ ജയിച്ചു. അവർക്ക് SLP ഒന്നും കിട്ടിയില്ല. അങ്ങനെ അത് പോയത് അത്രത്തോളം ഇതായിട്ടുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പറഞ്ഞതും എനിക്ക് ഭഗവതി തന്നത്. 21 മുമ്പ് 20 അഭീഷ്ടസിദ്ധിയായപ്പോൾ തന്നെ അത് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ പ്രോജക്റ്റ് 2018 മഹാപ്രളയത്തിൽ മുഴുവനും നശിച്ചു പോയി. പവർ ഹൗസിൽ ഒരു 10-31 അടി പൊക്കമുള്ള ഒരു ശിഖരം അടർന്ന് പവർ ഹൗസിനകത്ത് വന്ന് അങ്ങ് ഇരുന്നു. എൻ്റെ എല്ലാ എക്യുപ്മെൻസിനെയും തുലച്ച് അങ്ങനെ ഇരുന്നു. അത് 5500 ചതുരശ്ര ക്യൂബിക് മീറ്റർ ഈ പാറയും മണ്ണുമൊക്കെ അവിടുന്ന് വാരേണ്ടി വന്നു എന്നുള്ള പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വലിപ്പം. അത്ര 4 മാസം എടുത്ത് മണ്ണ് വാരാൻ്റെ തന്നെ മാത്രം. ഈ പ്രോജക്റ്റ് 10.5 മാസം കൊണ്ട് പുതിയ എക്യുപ്മെൻറ്റും പുതിയ ജനറേറ്ററും പുതിയ എല്ലാം പുതുതാക്കി പവർ ഹൗസ് നമ്മൾ റിപ്പയർ ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് 10.5 മാസം കൊണ്ട് നമ്മൾ റീകമ്മീഷൻ ചെയ്തു. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്. കാരണം ഭഗവതി തോന്നിച്ചതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും. അതെല്ലാം കൃത്യം കറക്റ്റായിരുന്നു. അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകത്ത് റീകമ്മീഷൻ ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കൂടെ വെള്ളം കയറിയ KSEBയുടെ പല പ്രോജക്റ്റുകളും 2-3 കൊല്ലം എടുത്താണ് റീകമ്മീഷൻ ചെയ്തത്. അതിൽ പ്രധാനമായിട്ട് 7 പേരെ ഭഗവതി രക്ഷപ്പെടുത്തിയിരുന്നു. കാരണം ഉരുൾപൊട്ടി വരുന്ന അവസരത്തിൽ 3 പേര് പവർ ഹൗസിനകത്തുണ്ട്. അപ്പോൾ 3 പേര് പവർ ഹൗസിനകത്തുണ്ടായിരുന്നവർ 3 പേര്, കാരണം അവർ ഉരുൾപൊട്ടി വന്ന ഇടിക്കുന്നതിനും വെറും 2 മിനിറ്റിന് മുൻപെയാണ് അവരൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് 2018 ആഗസ്റ്റ് മാസം 9-ാം തീയതി മോർണിംഗിൽ 1:30 മണി സമയത്ത് അവർ വന്ന് ഞങ്ങളുടെ ഒരു മുറിയുണ്ട് ഞങ്ങൾക്ക്, ഇത് ആഹാരം കഴിക്കുന്ന മുറി, അതിനകത്ത് കയറി വെള്ളം ചൂടാക്കാൻ വച്ചതും ഇരുൾ പൊട്ടി അടിച്ചു. അന്ധകാരവും സകല ബൗൾഡേഴ്സും വന്നിട്ട് അത് പവർ ഹൗസ് നിലം പതിച്ചു. 3 പേര് ഇവർ നിന്ന റൂം മാത്രം ഒരു ചെവര് അടർന്ന് വന്നിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെയാണ് ഭഗവതി ഈ 3 പേരെയും രക്ഷപ്പെടുത്തിയത്. പിന്നെ അവിടെ ഇത് അന്വേഷിച്ചു എന്ന് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്ക് അന്വേഷിച്ച് വരുമ്പോൾ ആനവിരട്ടി പാലം ഉണ്ടായിരുന്നു. വെള്ളവുമൊക്കെ നിറഞ്ഞു നിന്ന് പാലത്തിൽ കൂടെ ഓടിച്ചു വന്ന് ഇതെല്ലാം കണ്ട് 3 മണിക്ക് തിരികെ പോയപ്പോൾ എൻ്റെ പ്ലാന്റിൽ
ഫൈനാൻസ് മാനേജരും അയാളുടെ സഹോദരനും കൂടിയാണ് വന്നത്. ആരോ ഒരാൾ വെളുപ്പിന് 3 മണിക്ക് അവരെ കണ്ണിൽ ടാർച്ചടിച്ച് വിളിച്ച് പറഞ്ഞു, ആനവിരട്ടിപ്പാലം പോയേന്ന് പറഞ്ഞു. ആനവിരട്ടിപ്പാലം ഒഴുകിപ്പോയി. അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടൊന്ന് ഒഴുകിപ്പോയി. അവരെ ഉടനെ നിർത്തി നോക്കിയപ്പോൾ ഒരു 4 മീറ്റർ ഉള്ളൂ പാലം ഒഴുകിപ്പോയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഈ 3 മണിക്ക് കണ്ണിൽ ടാർച്ചടിച്ച് ആനവിരട്ടിപ്പാലം പോയെന്ന് വിളിച്ചതെന്നുള്ള കാര്യം ഇന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഭഗവതിയാണെന്നാണ് നമ്മുടെ പ്രധാനമായ വിശ്വാസം. കാരണം ഇവർ അവരെ വിളിച്ചില്ല എങ്കിൽ അവരാ പാലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഭാഗങ്ങൾ ഞാൻ അറേബ്യൻ കടലിൽ തപ്പണം, അല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ കുത്തി ഒഴുകുന്നവർ അങ്ങനെ പിന്നെ 2 പേര് തലേ ദിവസം രാത്രി പ്ലാന്റിൽ വരാൻ വേണ്ടി ശ്രമിച്ചു. പോലീസ് തടഞ്ഞു, ഈ റോഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവരും രക്ഷപ്പെട്ടു. 7 പേരെ ഭഗവതി രക്ഷപ്പെടുത്തി നിന്ന്. അതുകൊണ്ടാണ് നമ്മളിത് പുനരുദ്ധരിച്ച് റീകമ്മീഷൻ ചെയ്യാൻ 7 പേരെ ഭഗവതി രക്ഷപ്പെടുത്തി. ആ 7 പേരെ രക്ഷപ്പെടുത്തി ആരെങ്കിലും ഒരാൾ തട്ടിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉരുൾ വെട്ടിയാൽ 10-30 പേര് മരിക്കും. അതുള്ളതാണ് അവിടെ ഉള്ളവരല്ല. കാരണം മല ഇളകി വരികയാണ്. ഇവർ നിന്ന മുറി മാത്രം രക്ഷപ്പെട്ടു. അവിടെ മാത്രം ഒരു ചുവരിങ്ങനെ വന്ന് ചാഞ്ഞ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന് കളഞ്ഞു. ഭഗവതി അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന് കളഞ്ഞു എന്നുള്ളതാണ്. നിരവധി അനുഭവങ്ങളുണ്ട്. വരുന്നത് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശ്യാമളാദേവി നായർ, ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം കാര്യവട്ടം ആണ് എൻ്റെ അഡ്രസ്സ് തന്നെ അങ്ങനെയാണ്. പിന്നെ അനവധി പ്രത്യേകതയുള്ള അമ്പലമാണ്. അതൊക്കെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള, നമ്മൾ ഈ കലിയുഗത്തിലെ നിരവധി പ്രശ്നങ്ങൾ, അനവധി പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസ് എല്ലാത്തിലും കാണുന്ന പ്രശ്നത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ആഡംബരങ്ങളും ലക്ഷറീസും എല്ലാം ഉണ്ടെങ്കിലും അത് നമുക്ക് ആസ്വദിച്ച് സമാധാനമായ ഒരു ജീവിതം വളരെ അസാധ്യമായ പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആത്മീയമായിട്ട് ഉയരണം, നമ്മുടെ മനോബലം കൂട്ടണം. അതിൻ്റെ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ശക്തി നമുക്ക് കിട്ടണം. അതിന് നമ്മൾ ക്ഷേത്രങ്ങളെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ വിയാർ ദേവി ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശവും അതാണ്. നമുക്ക് എങ്ങനെ ആത്മീയമായിട്ട് ഉയരാം, എങ്ങനെ നമുക്ക് മനോബലം കൂട്ടി നല്ലൊരു ജീവിതം, അത് നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് അമ്പലത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം. അതിനുവേണ്ടി നിരവധി ക്ലാസ്സുകൾ, പിന്നെ വിവിധ തരത്തിലുള്ള അനവധി പൂജകൾ, സന്താന സൗഭാഗ്യ പൂജ, അഭിഷസിദ്ധി പൂജ, പിന്നെ മംഗല്യ പൂജ, സരസ്വതി പൂജ, അങ്ങനെ ഏത് പൂജയും നമുക്കിവിടെ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ 3 പേരും വളരെ യോജിപ്പോടെ, ഐക്യമാണ് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത്. പക്ഷേ അതിനൊരു പ്രതീകമായിട്ട് 3 വ്യത്യസ്ത ഭാവങ്ങളുള്ള ശ്രീ ചാമുണ്ടേശ്വരി ദേവി, ശ്രീ സരസ്വതി ദേവി, ശ്രീ മഹാഗണപതി ഒരേ ശ്രീകോവിലിൽ വളരെ അഭീഷ്ട വരദായകരെന്നാണ് നമ്മൾ പറയുന്നത്. ഏത് അഭീഷ്ടം തരാനുള്ള ഒരു അനുഗ്രഹത്തോടെ ഇരിക്കുകയാണ് അഭീഷ്ട വരദായകർ. അങ്ങനെ അപ്പോൾ അതിന് തയ്യാറെടുക്കലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ എല്ലാ പൂജകളും ഇവിടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാര്യസിദ്ധി, അഭീഷ്ടസിദ്ധി പൂജ ഒരു ഇടയ്ക്കൂടെ പറയണേ, ഈ അഭീഷ്ടവരദായകരായിട്ട് ഇരിക്കുന്നതായ ഇതിനെ ബഹുവേര വിധി എന്നാണ് പറയുന്നത്. ഇത് ശുഭമാണോ എന്ന് നമ്മുടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം മറക്കണ്ട. അതെ, വളരെ ശുഭമാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് പടിഞ്ഞാറ് ദർശനമാക്കിയിട്ട് 3 ദേവതകൾ ഒരേ തുല്യ പ്രഭാവത്തിൽ ഒരു ശ്രീകോവിലത്ത് വന്നിരിക്കുന്നത്. വളരെ അപൂർവമായ, കേരളത്തിൽ തന്നെ വേറെ ഇങ്ങനെ 3 ദേവതകളെ അത് തുല്യ പ്രാധാന്യം, പൂജകൾ എല്ലാ നിവേദ്യങ്ങളും എല്ലാം തുല്യമായിട്ടാണ് ചെയ്യുന്നത്. അത് വളരെ അപൂർവമാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്ത് കൽവിളക്കിൻ്റെ മുമ്പിൽ നിന്നാൽ 3 പേരെ ഒരുമിച്ച് തൊഴാനും പറ്റും. അതും വളരെ അപൂർവമാണ്. പിന്നെ ഇന്നത്തെ പൂജ, വിശേഷാൽ പൂജ, അഭീഷ്ടസിദ്ധി അനുഭവങ്ങൾ നിരവധിയാണ്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഈ അമ്പലം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 21 വർഷമായി. അപ്പോൾ അതിനു മുമ്പ് വേറൊരു സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയെങ്കിലും വളരെ പരിമിതി, ഇപ്പോഴും സ്ഥലപരിമിതിയുണ്ട്, വളരെ ലിമിറ്റേഷനും ഉണ്ട്. അപ്പം നമ്മൾ പ്രതിഷ്ഠ തുടങ്ങി ആ വർഷം തന്നെ അഖണ്ഡനാമം രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ അതിനിവിടെ ഒരു ബാത്റൂം കെട്ടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ആ പൂജ നിൽക്കുന്ന രാവിലെ വരുന്നവരെ വൈകുന്നേരം വരെ ഇവൻ തന്ത്രി സമയത്ത് പൂജ. അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. ഒരു ടോയ്ലറ്റ്, ഒരു ബാത്റൂം കെട്ടാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്പം തന്ത്രിമാരൊക്കെ പറഞ്ഞു കാവുണ്ട്, ആ കാവിനെ കെട്ടിത്തിരിച്ച് അവിടെ എങ്ങാനും അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പം കെട്ടിയിരിക്കണം, ഞങ്ങളും വേറെ വീടുകളിലൊന്നും പോകില്ല. അപ്പം
നമുക്കത് വിഷമമായിരുന്നു. കാവിനെ മലിനീയപ്പെടുത്തണ്ടെന്ന് വെച്ച് ഈ കാര്യസിദ്ധി എന്ന് പറഞ്ഞ അഭിഷസിദ്ധി പൂജ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള വസ്തു നമുക്ക് അമ്പലത്തിനായിട്ട് കിട്ടണം, അടുത്ത വർഷത്തിന് മുമ്പ് എനിക്ക് ഒരു ബാത്റൂം മിനിമം ഫെസിലിറ്റി നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ പൂജ തുടങ്ങി. ആ പൂജ തുടങ്ങി 5 6 പൂജ ആയപ്പോഴേ ആ സ്ഥലം 12 വർഷമായിട്ട് ഞങ്ങൾ ആ സ്ഥലത്തിന് പിറകെയായിരുന്നു. ഈ അമ്പലം വയ്ക്കും മുമ്പ് തന്നെ ആ സ്ഥലം കൂടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലം ഇവിടെ ഇരിക്കുന്നത് ഇതല്ല, ആ സ്ഥലം 15 സെന്റ്. 12 വർഷമായിട്ട് ശ്രമിക്കാത്ത സ്ഥലം പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് വരികയും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാനും പറ്റി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. എല്ലായിടത്തും വെക്കുന്ന 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്നപ്പോൾ 1 ലക്ഷം സെന്റിന് വെച്ചാണ് എനിക്ക് തന്നത്. നമുക്ക് വാങ്ങാൻ പറ്റി എല്ലാവരുടെയും സപ്പോർട്ട് കൂടി. 1 ലക്ഷം വെച്ച് അന്ന് ഇവിടെയൊക്കെ 3-4 അല്ല, അത് അഭിഷസിദ്ധിയുടെ വലിയ 12 വർഷം നമ്മൾ പിറകെ നടന്നിട്ട് കിട്ടാത്ത. അപ്പോൾ അങ്ങനെ നമുക്ക് കാര്യസിദ്ധി അഭിഷസിദ്ധി വളരെ ബലസിദ്ധി നമ്മളാൽ കഴിയാത്ത, ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളെല്ലാം നമുക്കെല്ലാം ആർജിക്കാം, ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ദേവിയുടെ പ്രത്യക്ഷത്തിൽ അനവധി അനുഭവങ്ങളുണ്ട്. അതിങ്ങനെ എല്ലാം നമ്മൾ ആ ചരിത്രമായിട്ട് നമ്മൾ തരും. പിന്നെ ഇവിടെ സന്താന സൗഭാഗ്യം അതിവിശേഷമാണ്. എൻ്റെ മോൻ ഉൾപ്പെടെ ഇവിടുത്തെ ഈ സന്താന സൗഭാഗ്യം നന്ദകുമാർ സാർ IAS സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ എൻ്റെ മോന് 10 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടായത്. അപ്പോഴാണ് ഈ പൂജ തുടങ്ങിയതും. അത് കഴിഞ്ഞ് അമേരിക്കയിലെ എല്ലാ ടെക്നോളജി ഫെയിലായിട്ട് ഈ പൂജ ചെയ്ത് അവർക്ക് ട്വിൻസ് ഉണ്ടായി, 2 ഗേൾസ്. പിന്നെ വേറൊരു പ്രൊഫസറിന് 1 ബോയ് ആൻഡ് 1 ഗേൾ. അങ്ങനെ നിരവധി അനുഭവങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറീസൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാം നല്ല സന്തോഷമായ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും. പറഞ്ഞിട്ട് സന്താന സൗഭാഗ്യ പൂജ ഇവിടെ നിർദ്ദേശിച്ചത് എൻ്റെ മകന് വേണ്ടി നന്ദകുമാർ IAS അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹമാണ്. അപ്പോൾ ആ പൂജ കിട്ടിയൊരു അനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഇവിടെ മംഗല്യസിദ്ധി പൂജ നടത്തി ഇതിന് ശേഷം ഉണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കാനഡയിൽ പോയത് ഇവിടെ ഇതുപോലെ നമ്മുടെ അഭീഷ്ടസിദ്ധി പൂജ നടത്തിയതിന് ശേഷം. ഇത് സാധാരണ IAS ആരും തുറന്ന് പറയില്ല. അദ്ദേഹം ഇവിടെ മൈക്കിൽ അനൗൺസ് ചെയ്ത് പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് ഇവിടെ പൂജ ചെയ്തത് എന്ന്. മാത്രമല്ല അദ്ദേഹം 2022 ആഗസ്റ്റ് മാസത്തിലെ ഉള്ള മുഹൂർത്തം മാഗസൈനിൽ അദ്ദേഹം തന്നെ അമ്പലത്തെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിൽ കാര്യസിദ്ധി എഴുതുന്നില്ല. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ എൻ്റെ അനുഭവം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ വിജയ് തമ്പി സാറ്, പങ്കജകസ്തൂരി, ഹരീന്ദ്രൻ സാറ് എല്ലാവരും മംഗല്യപൂജ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഇപ്പോൾ അതൊരു നിഷ്ഠയായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ ബലസിദ്ധി. ആ കല്യാണങ്ങളെല്ലാം വളരെ ഉത്തമമായ കല്യാണങ്ങൾ എന്ന് തന്നെ പറയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വൃക്ഷപൂജ വേറൊരു പൂജയാണ്. മരങ്ങൾ സംരക്ഷിക്കുന്നതോടെ നാം സുരക്ഷിത. അതിപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മരങ്ങൾ അത് നമ്മൾ ഓരോ വർഷവും വൃക്ഷപൂജ ചെയ്യും. പിന്നെ ഇന്നൊരു വൃക്ഷത്തൈ നടണം. സാറും ഇവിടെ നട്ട് ആരിവിടെ പുതിയ ഗസ്റ്റ് വരെ ആര് വന്നാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വൃക്ഷത്തൈ ആർക്കും ചെയ്യാം. ഒരു 8 വയസ്സായ കുട്ടിയൊട്ട് എത്ര ഏജിലും നമുക്കൊരു വൃക്ഷം നടാം, പരിപാലിക്കാം. അതിന് യാതൊരു ചിലവുമില്ല. പക്ഷെ അത് തരുന്ന നമുക്ക് ഉപകാരം വളരെ വലുതാണ്. ഫലങ്ങൾ ഉൾപ്പെടെ ഓക്സിജൻ, നമുക്ക് ജീവിതം വേണമെങ്കിൽ വൃക്ഷങ്ങൾ വേണം. അത് നമ്മൾ വളരെ മഹത്വമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പൂജയാണ്. അങ്ങനെ അനവധി പൂജകളുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് സരസ്വതി പൂജ കാര്യവട്ടത്താണ് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ്. അതിങ്ങനെ NSS സർവേ ചെയ്ത് അവർ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. പേരൂർ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ളത്. അങ്ങനെ നിരവധി നമ്മുടെ ഇപ്പൊ ഇവിടെ വരാനിരുന്നതാണ്. 2 പെൺകുട്ടികളുണ്ട്. അവർ 2 പേർക്കും ഒരേ വീട്ടിൽ നിന്ന് തന്നെ MS ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നാഷണൽ ലെവലിൽ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് നിഫ്റ്റിലും NID ഒക്കെ വളരെ പ്രസ്റ്റീജിയസ് കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ പൂജയ്ക്കും അനവധി. ഇത് നമ്മൾ പറയുന്നതേ ഒരു ക്ഷേത്രം, നമ്മുടെ ക്ഷേത്രം പുറത്തോട്ടൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇതൊക്കെ നേരിട്ട അനുഭവങ്ങളാണ്, പരമമായ സത്യങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. ഞാൻ പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹം കൂടി വേണം. അതിന് ഈ എല്ലാ ഭക്തജനങ്ങളും ഈ അമ്പലത്തിൽ വരണം. ഈ പൂജകളെല്ലാം പ്രയോജനപ്പെടുത്തി അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. അങ്ങനെ എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യമാണ്. അങ്ങനെ വിയാറ്റമ്മ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിന് അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാവരും ഭക്തർക്ക് സായുജ്യം നേടി എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കാനായിട്ടാണ് അമ്മ ഇരിക്കുന്ന. ആ അമ്മയെ നമിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അമരത്തിൽ വാഴണം അംബികേ നീ ഗമിച്ചൊരു ദുഃഖിതൻ ഞാൻ തെരുതേ വീണു
കൂടി കാരുണ്യമേകിടേണേ. കാക്കുകയില്ലേ അവിവേകാനന്ദിനെ ചെയ്തിടേണം. അരുതരുതമ്മേ ത്യജിച്ചിടല്ലേ, ശരണമടിയെന്നു നൽകിയാലും ഗമനത്തിലമ്മ നയിച്ചിടേണം. ഇതിവേറെ മധ്യനായി തീർന്നതാകട്ടെ, പിഴകളധികമായി ചെയ്തിരിക്കാം. തലയരിൽ ഞാൻ നിത്യനായിരിക്കാം. ധർമാവിതായികേ നീ, സദ്ഗുരു ബ്രഹ്മ സനാതനം നീ. നീവേദം നീ ഗുരു പ്രേമവും നീ. പ്രാണശക്തി ഓം ശക്തി ഓം. ഓം ശക്തി ഓം ശക്തി ഓം ശക്തി ഓം. ആദിശക്തി പരാശക്തി ഓം ശക്തി ഓം. അണ്ടകടാകമെങ്ങും വിലസുന്ന ചണ്ഡികേ സർവശക്തേ. ഐശ്വര്യവും അഭീഷ്ടവരദായിനിയുമായ നമ്മുടെ വിയാറ്റ് ഗണപതി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാവാണിത്. കാവിലെ ഏകദേശം 700 വർഷത്തോളം പഴക്കമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കായിട്ടും ഐശ്വര്യത്തിനും കുടുംബദോഷങ്ങൾ മാറാനായിട്ടും കുടുംബകലഹങ്ങൾക്കും സർപ്പദോഷ ദുർമാരണത്തിനും കാവിൽ പൂജകൾ നടത്തുന്നത് ഏറ്റവും സർവാഭിഷ്ടമാണ്. ഐശ്വര്യവും അഭിവൃദ്ധിക്കും വേണ്ടി കാവിൽ എല്ലാവരും ആയില്യം നാളിൽ സ്പെഷ്യൽ പൂജകളും ഐശ്വര്യ പൂജകളും ഒക്കെ നടത്തി വരാറുണ്ട്. അതിൻ്റെ തന്ത്രം വഹിക്കുന്നത് ആമയുടെ മനയാണ്. വർഷത്തിൽ ഇവിടെ ഇതായിട്ടുള്ള പൂജകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതാണ് കാവിൽ സങ്കല്പം. നമസ്കാരം, എൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ്. സ്വദേശം നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിൽ. ഞാൻ യാദൃശ്ചികമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതും കാര്യവട്ടത്ത് വരുന്നതും. ആ സമയത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ്. അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം എന്നെ ആകർഷിക്കുകയും അതിനുശേഷം പിന്നീട് എല്ലാ ദിവസങ്ങളിലും വരാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇതാവുന്നത്. അതിനുശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആ ദേവിയിൽ അർപ്പിച്ച് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്കൊരു ഇത് കിട്ടുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം തന്നെ ഒട്ടനവധി ഭക്തജനങ്ങൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയും അവരുടെ ഓരോ കാര്യങ്ങൾ സാധിച്ചു പോവുകയും ചെയ്യുന്നത് സർവാഭിഷ്ടവരദായകർ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തീർച്ചയായും ഒരു ശ്രീകോവിൽ 3 പേര് തുല്യ പ്രാധാന്യത്താൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബഹുവേര വിധി പ്രകാരം ഇരിക്കുന്ന അത്യപൂർവ്വ ക്ഷേത്രമാണ്. തീർച്ചയായും ഭക്തജനങ്ങൾ വന്നൊരിക്കലെങ്കിലും തൊഴേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. കാരണം സർവാഭിഷ്ടവരദായകരാണ്. സർവ്വ അഭീഷ്ടങ്ങളും വരദാനം ചെയ്യുന്ന 3 പേരും തുല്യ പ്രാധാന്യത്താൽ പടിഞ്ഞാറ് ദർശനമായി കൂടിയുള്ളുന്ന ഏക ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ഒട്ടനവധി ഭക്തജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും വന്നിട്ട് പല ദേശങ്ങളിൽ നിന്നും വന്നിട്ട് പോലും പൂജകൾ നടത്തി അവരുടെ കാര്യങ്ങൾ നടന്നതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഒരിക്കലെങ്കിലും വന്ന് ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാവരും വരിക. കാര്യവട്ടം ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി ദേവിക്കും ശ്രീ സരസ്വതി ദേവിക്കും ശ്രീ വിഘ്നേശ്വര ഭഗവാനും ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.